പണച്ചാക്കുകളാണ് അവിടെ മെഡിക്കലിന് പഠിക്കുന്നത്. ഒന്നും നടക്കൂല. ചാനലുകാരും ഒന്നും കൊണ്ടുവരാൻ പറ്റൂല. 3 ദിവസം അവരെ റിമാൻഡ് ചെയ്ത് അകത്തിട്ടാലും അവന്മാർ ഇറങ്ങിപ്പോവും പണത്തിന്റെ കുത്തൊഴുക്കില്. അങ്ങനെയാണ് അവരുടെ. നിങ്ങൾക്കെങ്കിലും ദയവ് ചെയ്ത് എന്റെ മോനെ തിരിച്ച് അമാനെ പോലെ ഒരു വിദ്യാർത്ഥിക്കും ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവല്ലോ. ആത്മഹത്യ ചെയ്ത് ഏകദേശം 1 വർഷമായി. ഒന്നാം വർഷ വിദ്യാർത്ഥി. എപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു വിവരം അവിടെ നിന്ന് അറിയിക്കുന്നത്? എപ്പോഴാണ്, ആരെയാണ് അറിയിച്ചത്? എന്റെ ഭാര്യ അവന്റെ അമ്മയാണ് അറിയിച്ചത്. ഞാൻ ജോലിക്ക് പോയിരുന്നു. നേരമായപ്പോഴും അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മാഡം എന്നെ വിളിച്ചിട്ടുണ്ട്. ആരാണെന്ന് ഞാൻ എടുത്ത്, ഞാനും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ബാഗിൽ കൊണ്ടുവന്ന് വിളിച്ചു. അപ്പോഴും ഞാൻ കേട്ട ആരാണ്, അത് നിതിന്റെ അമ്മയാണ്, കോളേജിൽ നിന്ന് വിളിക്കുകയാണ്. കോളേജിൽ നിന്ന് വിളിക്കണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇതിനൊരു ആക്സിഡന്റ് ഉണ്ടായി, ഞാൻ തകർന്നു പോയേ. ഞാൻ എന്റെ മൂത്ത മോളെ വിളിച്ച, മക്കളെ ഓടിവാ, ഞാൻ വീഴുന്നു. എന്തരമ്മ എന്റെ മരുമോനും ഉണ്ടായിരുന്നു, ഓടി വന്ന്. പിന്നെ അവരത് കട്ട് ചെയ്ത് ഞാൻ ഫോൺ അവിടെ വെച്ച് എന്റെ കയ്യിൽ നിന്ന് വീഴുമായിട്ട് ഞാൻ സ്ലാമിന്റെ പുറത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ അടുത്ത് ഇങ്ങനെ പിടിച്ച് ചമരെ പിടിച്ച് ഞെത്തി. ഞാൻ പറഞ്ഞു, എന്തരമ്മ നിങ്ങൾക്ക് എന്തരമ്മ? അമ്മ മക്കളെ എന്റെ മോനെ എന്തരോ സംഭവിച്ചു മക്കള്. പിന്നെ എന്റെ മരുമോനും മോളുമായിട്ട് വിളിച്ച്, പിന്നെ ഇളയ മരുമോൻ പേരൂർക്കട താമസിച്ച അവനും ഭാര്യയായിട്ട് ഇഞ്ഞ് വന്ന്. എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കോളേജിൽ നേരിട്ടായി പറഞ്ഞിട്ടുണ്ടോ നിതിൻ എപ്പോഴെങ്കിലും? നിതിൻ പറഞ്ഞത് അവന് പഠിക്കണതിൽ ഭയങ്കര ഇതാണ്. അപ്പോഴും എച്ച്.ഒ.ഡി പറഞ്ഞു, റാം എന്നാണ് അയാളെ പേര്. അപ്പൊ എച്ച്.ഒ.ഡി പറഞ്ഞു, അമ്മ ഞാൻ പഠിക്കണതുകൊണ്ട് അയാള് ഭയങ്കര ഇതാണ്, 10 മാർക്കിന് കുറയ്ക്കുമെന്ന് പറഞ്ഞു. 10 മാർക്കിന് തന്നെ ഞാൻ കുറപ്പിക്കൂടാന്ന് പറഞ്ഞു. അപ്പോഴവിടെ ഉള്ള ടീച്ചർമാരും ഒരു ലതാമനെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സ്നേഹമാണ് ഈ മോന്. പിന്നെ പ്രിൻസിപ്പാൾ ഇവിടെ കാട്ടാക്കടയുള്ളതാണ്, അവർക്ക് ഇവരോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോഴും ഇവരവിടെ ആദ്യം ഒരു 2-3 മാസത്തേക്ക് മുമ്പ് ഇവൻ പുഴുത്ത പട്ടിയെന്നും പിന്നെ ജാതി പറഞ്ഞ ആക്ഷേപം, അത് എല്ലാവരും അങ്ങനെയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു അധിക്ഷേപം ഉണ്ടാകാൻ എന്തെങ്കിലും കാരണം? ഇങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടാകാൻ ഇതിനോട് എന്തെങ്കിലും പ്രശ്നം? അവരിതില്ല. പക്ഷേ ഇയാളെ മോള് ഇറങ്ങിപ്പോയി എന്റെ വൈരാഗ്യം ഈ കോളേജ് പിള്ളേരോടെയാണ് കാണിക്കണം. പക്ഷെ ഈ പഠിക്കുന്ന പിള്ളേരെ അയാൾക്ക് ഇഷ്ടമല്ല. അയാൾക്ക് എല്ലാം ഈ കഞ്ചാവും മയക്കുമരുന്നും അങ്ങനെയൊക്കെ ഉള്ള ആ പിള്ളേരോടെയാണ് ഇയാൾക്ക് ഇഷ്ടം. അങ്ങനെയുള്ള കുട്ടികളല്ല ഇപ്പൊ ഈ പുതിയ കുറെ കുട്ടികൾ. അപ്പൊ അത് ഇയാള് അതിൽ ഈ പിള്ളേരെ വെച്ച് മുതലെടുത്ത് പല കാര്യങ്ങളും വന്ന് പറഞ്ഞിട്ടമ്മ. ഞാൻ പറഞ്ഞു, പൊന്നു മോനെ, അയാളെ മുഖത്തോ ഒന്നും നോക്കില്ല. അയാൾ 1-2 കേസ് ആരെയൊക്കെ കൊന്നെന്നൊക്കെ പറഞ്ഞത് കോളേജിൽ പാട്ട് കാണും. ഞാൻ പറഞ്ഞു, അങ്ങനെ അടുത്ത് പോവേ, അയാൾ പറഞ്ഞ വരവിലോ കാറൊക്കെ പറഞ്ഞ മക്കള് ഓടി മാറിക്കളയണേ മക്കളെ. അങ്ങനെ 2 ആഴ്ചക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അതിന്റെ ഈ റാമെന്ന് പറയണ. അപ്പൊ അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല, അല്ലാതെ വേറെ ഒരു വിഷയമല്ല. എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പറയണ ഒരു വ്യക്തി അല്ല. ഇന്നലെ ആരാണ് അധിക്ഷേപിച്ചെന്ന് പറയുന്നത്? പുള്ളിനെ അവിടുന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? തിരിച്ചു വന്നിട്ട് ഇന്നലെ പുഴുത്ത പട്ടിയെന്നും പിന്നെ കറുത്ത വർഗ്ഗക്കാരനെന്നും ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നും പിന്നെ നാറിയെന്നും മാറിപ്പോടാ കുളിക്കാത്തവനെന്നൊക്കെ പറഞ്ഞ് വിദ്യാർത്ഥിനികളെ മുമ്പേ വെച്ച് ഇവനെ ഇനി ജീവിതത്തിൽ തിരിച്ചു വരാത്ത വിധം അവഹേളിച്ച്. അത് ഇങ്ങനെ അവഹേളിക്കപ്പെട്ടു എന്ന് നിതിൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു? വീട്ടിൽ വിളിച്ച് പറഞ്ഞല്ല, വിദ്യാർത്ഥികളെ കമന്റ് ബോക്സ് നോക്കൂ, നിങ്ങൾക്ക് കാണാം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് സബ്സ്ക്രൈബ് എടുത്തിട്ട് അതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി. ഇവന്റെ ഭാഗത്ത് തെറ്റില്ല. എല്ലാ വിദ്യാർത്ഥികളും പറയണേ. 2020 ശ്രീനന്ദന എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി അവിടെ ആത്മഹത്യ ചെയ്തു. അത് കോളേജ് പൈസ ഉപയോഗിച്ച് എല്ലാം ഒതുക്കിക്കളഞ്ഞു. ഒരുപാട് കുട്ടികൾ പഠിത്തം ഉപേക്ഷിച്ചു പോയി. അവിടെ ഒന്നും നടക്കൂല. 4 പ്രാവശ്യം അവിടെ പോയവനാണ് ഞാൻ. മറ്റു കുട്ടികൾ എപ്പോഴെങ്കിലും ഇതിനെ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും അപമാനിക്കോ എന്തെങ്കിലും ചെയ്തതായിട്ട് പറഞ്ഞു? റാഗിംഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ റാഗിംഗ്. ഈ പാറ്റൂര് പേട്ട എന്ന് പറയുന്ന അവിടെയുള്ള ഒരു പയ്യനും സീനിയർ വിദ്യാർത്ഥികളും ബാക്കി പയ്യന്മാരെല്ലാം കൂടെ അവനെ റാഗ് ചെയ്തു. ഫുൾ കൈ ഷർട്ട് ഇട്ടുകൂടെ, എന്താ ചുരുട്ടി വയ്ക്കാൻ പറയും. എന്റെ മോൻ ചുരുട്ടി വെച്ചിട്ട് മുമ്പോട്ട് നടക്കാൻ നൂത്തിട്ടാ കൈ. വേറെ സെക്ഷൻ വന്ന് സീനിയർ അവൻ നൂത്തിട്ടിട്ട് പോകുമ്പം പറയാം, നിന്റെ കൂടെ അല്ലേടാ ഉടുപ്പ് നോക്കിയ. അങ്ങനെ അങ്ങനെ അവന്മാർ വന്ന് തലയിലൊക്കെ കൊട്ടു കൊടുക്കും. എന്നിട്ട് ഇവിടെ നിന്ന് വീട്ടില് റൂമിൽ യൂസ് ചെയ്യാം ബർമൂഡയും ബനിയനാണ് ടീഷർട്ട് ഇട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ സമ്മതിച്ചില്ല. പാന്റും ഫുൾ കൈ ഷർട്ടും ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് പറയാം. പിന്നെ എന്റെ മോൻ ഇവിടെ വന്നാണ് ഫുൾ കൈ ഷർട്ട് വാങ്ങിച്ചോണ്ട് പോയ. മൊത്തത്തില് അവരെല്ലാം
കൊന്ന് തള്ളി അവർ. ഇതിന് ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, എന്റെ മോൻ ഒരിക്കലും ഉറക്കൊഴിഞ്ഞെന്ന് 2 വർഷം നീറ്റ് എഴുതി എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും വേണ്ടി എന്റെ സമൂഹത്തിന് വേണ്ടി ഞാനൊരു ഡോക്ടറാവും. ഡോക്ടറെ എന്റെ അച്ഛന്റെ അമ്മേനെ കഷ്ടപ്പെട്ട് എന്റെ അച്ഛൻ എന്റെ അമ്മ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ബസ്സുമില്ല. ഞാൻ നിങ്ങളെ ഉന്നതിയിലെത്തിക്കും. എനിക്ക് UK പോകണം. എനിക്ക് ഇവിടെ ഒന്നും ജോലി വേണ്ട. അതിനുവേണ്ടി ഞാൻ പഠിക്കും. രാത്രി ട്രെയിനിൽ വന്നിട്ട് ഇവിടെ ഇരുന്ന് 2 മണി വരെ 3 മണി വരെയാണ് എന്റെ മോൻ പഠിക്കുന്നത്. ചായ മാത്രം കുടിച്ചിട്ട് എവള് പറയും ഭക്ഷണം കഴിയും. വേണ്ടമ്മ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു തലച്ചോറിന്റെ പടം എടുത്ത് എന്റെ ഭാര്യയെ കാണിച്ചിട്ട് അവന്റെ അമ്മയെ കാണിച്ചിട്ട് പറയാം, ഇത് കണ്ട, നിങ്ങളെ കാണുമ്പോൾ ഇതൊരു പടം, പക്ഷെ ഇതിനകത്ത് മണിക്കൂറുകളോളം പഠിക്കണം അമ്മ. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അങ്ങനെ കഷ്ടപ്പെട്ടാലേ അത് പറ്റുള്ളൂ. അത്രയും ഞാൻ ഫലവത്തിയാക്കി എഴുതാ. ഒരുപാട് കെട്ടുകിടക്കുന്ന പേപ്പറിലാണ് എന്റെ മോൻ എഴുതുന്നത്. എന്റെ ഈ അയൽവക്കത്തെ ഈ 3 വീടുണ്ട്. അവരാണ് അവന് ആഹാരം കൊണ്ടുകൊടുക്കണം. ഇവിടെ വരുമ്പോൾ ഇവര് പറയും, മോനെ നിതിനെ നീ ആഹാരം കഴിച്ച അവരിവിടെ ഇതിലേക്കൂടെ കൊണ്ടുവരും, അവരിപ്പുറത്തൂടെ കൊണ്ടുവരും. ഇന്ന് രാവിലെയും കാപ്പി കൊണ്ടുവന്നത്. എല്ലാവർക്കും സ്നേഹമാണ്. HODയുടെ ഒരു മാനസികമായുണ്ടായ പ്രശ്നം തന്നെ ആയിരിക്കുമോ ഇതിന് ഇത്തരം സംഭവം? മാർച്ച് 13, 14 പറഞ്ഞ് നിന്റെ ബോഡി നാട്ടിലേക്ക് അയക്കും ഫോൺ കോളിൽ. അതിപ്പോ റെക്കോർഡ് സൈബർ സെല്ലിന് വിട്ടിട്ടുണ്ട്. അതെടുക്കാനുള്ള നിന്റെ നാട്ടിലേക്ക് നിന്റെ ബോഡി ഉൾപ്പെടെ അയക്കും. നീ കരുതിയിരുന്നോളാം പറഞ്ഞു. അത് ഞാൻ അറിഞ്ഞില്ല. എന്റെ മോളോടെയാണ് പറഞ്ഞ, ഇളയോടെ. അങ്ങനെ അവരിപ്പോ സൈബർ സെല്ലിന് വിട്ടിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇത് ഇവിടെ പൂക്കോട്ട് പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജില് സിദ്ധാർത്ഥനെ കൊന്ന് തള്ളിയിട്ട് എന്ത് ചെയ്ത്? ഒന്നും ചെയ്തില്ല. അവിടെ ഒന്നും ചെയ്തില്ല. ഞാൻ പോയി കണ്ടാണ്. പണച്ചാക്കുകളാണ്, ഡ്രഗ്സും പിന്നെ മദ്യത്തിന്റെ കുപ്പികൾ ഇഷ്ടം പോലെയുണ്ട്. എന്റെ മോൻ പഠിക്കുന്ന റൂമിന്റെ തൊട്ടിപ്പുറത്ത് ലോഡ് കണക്കിന് മദ്യത്തിന്റെ. ഇതെല്ലാം വാർഡനും 2 വാർഡന്മാരും അവിടുത്തെ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ളതാണ് എല്ലാരും. പക്ഷെ നമുക്ക് വിരളാനൊക്കാൻ പറ്റൂല. കാരണം എനിക്ക് ഓരോ സംഭവം 1000, 1100 രൂപ കൂലി. ഞാൻ എന്ത് ചെയ്യും? പണച്ചാക്കുകളാണ് അവിടെ മെഡിക്കലിന് പഠിക്കുന്നത്. ഒന്നും നടക്കൂല. ചാനലുകാരും ഒന്നും കൊണ്ടുവരാൻ പറ്റൂല. 3 ദിവസം അവരെ റിമാൻഡ് ചെയ്ത് അകത്തിട്ടാലും അവന്മാർ ഇറങ്ങിപ്പോവും പണത്തിന്റെ കുത്തൊഴുക്കില്. അങ്ങനെയാണ് അവരുടെ ഇത്. നിങ്ങൾക്കെങ്കിലും ദയവ് ചെയ്ത് എന്റെ മോനെ തിരിച്ച് അമാനെ പോലെ ഒരു വിദ്യാർത്ഥിക്കും ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവല്ലോ. ആത്മഹത്യ ചെയ്ത് നിങ്ങളത് പുറത്തു കൊണ്ടുവരണം. ഇതിനെ നടാകാരന്മാർക്കെതിരെ നടപടിയെടുക്കണം.